ജയിലിലായാൽ മന്ത്രി പുറത്ത്. പുതിയ ബിൽ 30 ദിവസം തടവിലായാൽ മന്ത്രിസ്ഥാനം പോകുമെന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തിരിക്കുന്നു. ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവർ തുടർച്ചയായി 30 ദിവസമെങ്കിലും തടവിൽ കഴിയേണ്ടി വന്നാൽ സ്ഥാനം നഷ്ടമാകും. ഇത് നടപ്പിലാക്കാനുള്ള നിർണായക ഭേദഗതി ബില്ലുകൾ കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇതിനായി ഭരണഘടനയുടെ 130-ാം ഭേദഗതി ബിൽ, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ എന്നിവയാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുക. ബില്ലുകൾ അവതരിപ്പിച്ച ശേഷം വിശദ പരിശോധനകൾക്കായി പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്ക് വിടും. വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിനങ്ങളിലാണ് നിർണായക ബില്ലുകൾ അപ്രതീക്ഷിതമായി കൊണ്ടുവന്നത്. ഇന്നലെ കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകരിച്ച ബില്ലുകൾ ഇന്നലെ രാത്രിയോടെ മാത്രമാണ് എംപിമാർക്ക് ലഭ്യമാക്കിയത്. ധാർമ്മികതയ്ക്ക് വെല്ലുവിളി. ഗുരുതര ക്രിമിനൽ കുറ്റാരോപണങ്ങൾ നേരിടുകയും അറസ്റ്റിലാവുകയും കസ്റ്റഡിയിൽ കഴിയുകയും ചെയ്യുന്ന ഒരു മന്ത്രി ഭരണഘടനാപരമായ ധാർമ്മികതയ്ക്കും സദ്ഭരണ തത്വങ്ങൾക്കും തുരങ്കം വെച്ചേക്കാമെന്നാണ് ബില്ലിന്റെ ലക്ഷ്യമായി കേന്ദ്ര സർക്കാർ പറയുന്നത്. ഈ ബില്ല് എന്തിനാണ് ഇപ്പോൾ മോദി സർക്കാർ കൊണ്ടുവന്നത്? ഈ ബില്ലിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യം വളരെ ഗുരുതരമായ ചില ധാർമ്മിക പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കാതെ ജയിലിൽ മുഖ്യമന്ത്രിയെ കിടന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ബിൽ. ഈ ബില്ലിൽ ചില ആശയക്കുഴപ്പങ്ങൾ ബാക്കിയുണ്ട്. ഒരാൾ മന്ത്രിയായിരിക്കവേ ഒരു കേസിൽ അറസ്റ്റിലായി 30 ദിവസത്തിൽ അധികം ജയിലിൽ കിടന്നാൽ അയാൾക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അയാൾ കുറ്റാരോപിതനായാൽ മാത്രം മതി, കുറ്റക്കാരനാവേണ്ട എന്നുണ്ട്. അത് ഗുരുതരമായ പ്രശ്നമുണ്ടാക്കും. ഒരാളുടെ രാഷ്ട്രീയ ജീവിതം തകർക്കുന്നതിന് വേണ്ടി എതിർ കക്ഷികൾക്ക് കള്ളക്കേസ് കൊടുത്ത് ജയിലിൽ അടച്ചാൽ അയാൾക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം അത് ജനാധിപത്യത്തിന് വെല്ലുവിളിയാകും. എന്നാൽ ജയിലിൽ കിടക്കുന്ന കാലയളവിൽ മാത്രമാണ് അയാൾക്ക് മന്ത്രിസ്ഥാനം പോകുന്നതെങ്കിൽ അതിനെ തെറ്റു പറയാനും സാധ്യമല്ല.